എന്താടി എന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ശകുനക്കാടായി കുത്തിയിരുന്നോളൂ. എണീറ്റ് പോടി അകത്തേക്ക്. ആ ഇപ്പൊ ഒക്കെ തഴഞ്ഞു. ഇങ്ങോട്ട് മാറി വഴിന്ന് കാലത്തെ ഓർന്ന് വന്ന് കേറിക്കോളും. എന്തേ എന്തിനാ രാവിലെ രാമോട്ടനെ അന്വേഷിക്കണേ? എന്താ ആൾക്ക് നല്ല സങ്കടമുണ്ട്. അതാ ഇവിടെ. ബാ, ഞാൻ പോയാ മതിയെന്നോ? പിന്നെന്തിനാ എത്ര തിരക്കിട്ട് ഇങ്ങോട്ട് വന്നേ? കത്തെന്റെ തന്നിട്ട് പോയാ പോരായിരുന്നോ? വിഷമിക്കാൻ പറഞ്ഞതല്ല. ഇങ്ങത്താ. കൊച്ചേട്ടാ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടും മോളെ. കണ്ണില് മാത്രല്ല കൊച്ചേട്ടന്റെ ചങ്കിലും നിറയേട്ടാ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അരമ്പില് കേട്ടിങ്ങനെ ഇരിക്കുമ്പോ ഇത്തിരി സമാധാനമുണ്ട്. ലക്ഷ്മി ഒരു കത്ത് തന്നിട്ടുണ്ട്. എന്തേ? വായിക്കട്ടെ. രാമേട്ടാ, എന്നെ കാണാൻ മോഹിച്ചിരിക്കണ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. ആ ആൾക്ക് കാഴ്ച കിട്ടിയ ഒരു കണ്ണില്ലാത്തവളാണെങ്കിലും എന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാ. ആ ആളെ കാണാൻ എനിക്ക് ഒരു കണ്ണ് മതി. രാമേട്ടൻ എന്നെ കാണാൻ എന്റെ ഒരു കണ്ണ് പോരെ. ലക്ഷ്മി വന്നിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്. എവിടെയാ? ലക്ഷ്മി, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ എനിക്ക്? എന്തായത്? കൊറേ നേരമല്ല തുടങ്ങിയിട്ട്. വല്ലാതെ പിടിച്ചു പോയെന്ന് തോന്നുന്നു. സത്യം പറയല്ല തോമാച്ച, എന്റെ അസ്ഥിയെ കയറി പിടിച്ചു. രണ്ടിലേതാ? രണ്ടും. നീ ആള് കൊള്ളാമല്ലോ. ഈ ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? ഈ ജ്യൂസ് ഒരെണ്ണം അടിക്കും, ഉള്ളൊന്ന് തണുക്കട്ടെ. തണുക്കില്ല തോമാച്ച, തണുക്കില്ല. മനസ്സ് നിറയെ ചൂടാ. ചൂടാവട്ടെ. കൃഷ്ണദോസിയുടെ പരിശുദ്ധിയും നെയ്യാമ്പൽ പൂവിന്റെ നൈർമല്യമുള്ള ഈ ശാരീരിക സൗന്ദര്യം കണ്ട ചൂടാവാസാരുണ്ടോ? ഇത് മുല്ലയാടാ, കിളുന്ത മുല്ല. എന്താ ചിരിക്കുന്നേ? അല്ല, അമ്പഴക്കാടൻ തോമാച്ചന്റെ തനി സ്വഭാവം ഇപ്പോഴല്ലേ കാണുന്നേ? കണ്ടല്ലോ. ഇനി പറ, ഈ മുല്ലമുട്ടുകൾ മാല കോർത്ത് തിരുമാറിൽ അണിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ തോമസ് ചാക്കോ നിന്റെ മോഹം പൂ അണിയിച്ചിരിക്കും. Is it true? True. But one thing, എന്റെ ആ പ്രോജക്റ്റിന്റെ കാര്യം നീ സാധിച്ചു തരണം. അതിന് കോടികൾ വിലമതിക്കുന്നതാ. അതിലും വിലമതിക്കുന്നതായി മുല്ലപ്പൂക്കൾ. എന്താ വേണോ? വേണമെങ്കിൽ റിസ്ക് എടുത്താലും ഞാൻ നോക്കാം. തോമാച്ചൻ എന്ത് റിസ്ക് എടുക്കാനാ? ഇവിടത്തെ മാവേലി തമ്പുരാനല്ലേ, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. വരുത്താം, പക്ഷേ ഡാഡിയെ കൊണ്ടത് സൈൻ ചെയ്യിക്കണം. ഞാൻ ഏറ്റു. എങ്കിൽ ഇത് ഞാനിത് ഏറ്റു. ഓക്കെ ഓക്കെ. എന്താ ഭവാനിയമ്മേ? ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ. ജയന്തി കുഞ്ഞിനെ ഇതുവരെ കണ്ടില്ല. ഭവാനിയമ്മ പോയിക്കോ. രാമു ഒരു കാര്യം അറിയിക്കാൻ പറഞ്ഞു. എന്താ? അവനൊരു കണ്ണ് കൊടുക്കാൻ നമ്മുടെ ലക്ഷ്മിട്ടി പറഞ്ഞിട്ടുണ്ട്. കണ്ണു കൊടുക്കാന്നോ? കണ്ണ് മാറ്റി വെച്ചാ കാഴ്ച കിട്ടുമെന്നല്ലേ ഡാക്ടർ പറഞ്ഞത്. ലക്ഷ്മി എന്ന് പറഞ്ഞത് ആ ഊമ പെൺകുട്ടിയല്ലേ? അതെ. അവളോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയോ? ഒടുവിൽ ഓപ്പറേഷൻ ചെല്ലുമ്പം പ്രശ്നമാവരുത്. എല്ലാം പറഞ്ഞു. അവള് മിണ്ടത്തില്ലെങ്കിലും കേൾവിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. രാമുന് വേണ്ടി ജീവൻ വരെ കൊടുക്കുക അവള്. ഞാൻ ഡോക്ടറോടും സംസാരിക്കട്ടെ, എന്നിട്ട് വേണ്ട ചെയ്യാം. ഓ, എന്നാ ഞാൻ പോട്ടെ.
നിനക്ക് ലക്ഷ്മി ഏതെന്ന് മനസ്സിലായോ? മനസ്സിലായി. മുല്ലപ്പൂക്കൾ ഒന്ന്. ആ. എന്റെ തോമാച്ച, കണ്ണെടുത്ത് അവളുടെ മുഖം വൃത്തികേടാക്കുന്നതിന് മുമ്പ് ഒന്ന് ശരിയാക്ക്. ആ ഐഡിയ ഉണ്ട്. എന്തോതാ? നിനക്ക് കാര്യം കണ്ടാ പോരെ, അത് ഞാൻ പ്രയോഗിച്ചോളാം. നീ പിടിക്കും. വാണിയമ്മേ. ആ ദേ, ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു കണ്ണു കൊടുക്കുന്ന കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. അതിനിപ്പോ ഫോട്ടോ എടുക്കാൻ പട്ടണത്തിൽ പോണ്ടേ? മാത്രമല്ല അതൊരു കാശുമില്ലല്ലേ? അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങോട്ട് വിട്ടാ മതി. ഇവിടെ വിനോദിന്റെ കയ്യിലുണ്ട് ക്യാമറ. ഭാഗ്യായി. എന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് അയക്കാം. ഉടനെ പറഞ്ഞു വിടണം. എത്രയും പെട്ടെന്ന് ഫോട്ടോ കൊടുത്താ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കും. ഉടനെ പറഞ്ഞു വിടാം. അതിനവൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയോ? ഞാൻ വാസനയെ കൂട്ടി വിടാം. അവക്ക് വഴി അറിയാലോ. എന്തായി? ഒരു വെടിക്ക് 2 പക്ഷികൾ. ആഹാ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. മൈനപ്പെണ്ണിനോട് കുശുമ്പായി നിന്നെ കണ്ടിട്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തുതരാൻ പറയല്ലേ? ലക്ഷ്മിയുടെ അമ്മേ, ഞങ്ങൾ പോവാട്ടോ. വേഗം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അവിടെ ഇവിടെ ചുറ്റി നടന്ന് വൈകണ്ട. ഓ, മുൻകരുതലുകളെല്ലാം റെഡി. ഇതില്ലാതെ ശരിയാവൂലല്ലേ? ഈ കേസിൽ നീ അത് ചിന്തിക്കുകയേ വേണ്ട. പിന്നെ അതുങ്ങൾ വരുന്നതിന് മുമ്പ് ഊരിയുറ്റാൻ പോയ നിന്റെ മറ്റവളങ്ങാണ് എത്തിയാലെന്താ? ഒരു ചുക്കുമില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എത്തിയും തോന്നുന്നു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ആഹാ, 2 ആളും ഉണ്ടല്ലോ. കേറി വാ. എന്താ പരിങ്ങിക്കുന്നേ? ഫോട്ടോ എടുക്കണ്ടേ? ഇങ്ങോട്ട് കേറി വാ. വിനോദേ, അവരെത്തി. ഇരിക്ക്. ഞങ്ങളിവിടെ നിന്നോളാം സാർ. ആ, അത് പറ്റില്ല. ഇത് തോമസ് സാറിന്റെ വീടാ. എന്ന് വെച്ചാ നിങ്ങളുടെ വീട്. ഇരിക്കും മക്കളെ. മിസ്റ്റർ വിനോദ് എന്നോട് ചോദിക്കുക, രാമുവിന് കാഴ്ച കിട്ടാൻ വേണ്ടി തോമാച്ചൻ എന്തിനാ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നേ? അവനെന്താ എന്റെ ബന്ധുവോ മറ്റോ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, രാമു മാത്രമല്ല, ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്റെ ബന്ധുക്കളാണ്. എങ്കിലും രാമുവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നുള്ളത് നേരാ. അവന് കാഴ്ച കിട്ടാൻ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കും. ആ, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണോ അല്ലേ? അയ്യോ വേണ്ട സാർ. എന്ന് പറഞ്ഞാ പറ്റില്ല. ഫോട്ടോ എടുക്കുമ്പോ മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം അല്ലേ? അതെ, കുടിക്കും. കുടിക്കൂന്നേ. കുടിക്കും മക്കളെ. ആ.